പിന്നെ പുള്ളി പറഞ്ഞു ഓർക്കാപ്പുറത്ത് എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ ബുദ്ധിമുട്ട് വെച്ചാൽ പെട്ടെന്ന് ആരും ചിന്തിക്കാത്തൊരു വിഷയമാണ്. അന്ന് ഈ ട്രഷർ ഹണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കച്ചവട സിനിമയിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അല്ലാണ്ട് അതിനെ കണ്ടു. അതിലെ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഫ്രെഡി എന്ന് പറയുന്ന മോഹൻലാൽ ചെയ്ത കഥാപാത്രം, ഫ്രെഡി നിക്കോളാസും അച്ഛനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് പറഞ്ഞ രീതി അന്നത്തെ ഏറ്റവും വലിയ ന്യൂജൻ സിനിമയാണ്. പുള്ളി പറഞ്ഞ വാക്കതാണ്, ന്യൂജൻ എന്നല്ല, ന്യൂ ജനറേഷൻ സിനിമയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ആ രീതിയിൽ ആരും മനസ്സിലാക്കിയില്ല ആ സിനിമയെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് എനിക്കിന്നും ഓർക്കാപ്പുറത്ത് ഇഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പുള്ളി പറഞ്ഞു ഇപ്പോഴും ഞാനത് ടെലിവിഷനിലേക്ക് വരുമ്പോൾ ഇരുന്ന് കാണാറുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു. അതിലല്ലേ ഈ ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുത്ത് വെറുതെ ഇരിക്കാൻ, അത് ഒരു തമാശ എന്നുള്ളൊരു എല്ലാവരും ചിരിച്ചു. ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ക്രാഫ്റ്റും എന്നെക്കുറിച്ചും പുള്ളിയും പറഞ്ഞു. അപ്പം ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതിലും ശരിയുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്ന അന്ന് നമ്മൾ ചെയ്ത ഒരു സിനിമയാണത്. നമ്മൾ അന്ന് ഫോർട്ട് കൊച്ചിയൊക്കെ മലയാള സിനിമയിൽ ആദ്യം വന്നൊരു സിനിമയാണത്. ഇന്ന് നമ്മൾ ഒരുപാട് ഫോർട്ട് കൊച്ചി സിനിമകൾ കാണുന്നുണ്ട്, മട്ടാഞ്ചേരി സിനിമകളൊക്കെ കാണുന്നുണ്ട്. മലയാള